ജീവനക്കാരിൽ സാർ, ഒന്നാമത്തത് ശമ്പള പരിഷ്കരണമാണ് സാർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. ഇതിൻ്റെ ഭാഗമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സാർ, DA/DR കുടിശ്ശിക. സാർ, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA/DR ഗഡുക്കൾ പൂർണ്ണമായി നൽകാൻ തീരുമാനിക്കുന്നു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. സാർ, DA-യുടെയും DR-ൻ്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സാർ, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്. സാർ, ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും. അഷ്വേർഡ് പെൻഷൻ. സാർ, സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കുമെന്ന് മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് അഷ്വേർഡ് പെൻഷൻ പദ്ധതി ചുവടെ പറയുന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നു. സാർ, അവസാന അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നിലവിലുള്ള NPS-ൽ നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ തന്നെ തുടർന്നവർക്ക് അത് തുടരാം, പക്ഷേ ഇങ്ങോട്ട് മാറാൻ ഓപ്ഷനുണ്ട് എന്നുള്ളതാണ്. സാർ, ജീവനക്കാരുടെയും സർക്കാരിൻ്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി മാനേജ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകും. സാർ, അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. സാർ, വിഭവ സമാഹരണം. സാർ, നികുതി കുടിശ്ശിക തീർപ്പാക്കൽ നികുതി ഭാഗമാണ്. സാർ, നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി. സാർ, GST നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള ചില നിയമങ്ങളുടെ ഭാഗമായുള്ള കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി 2024 ബജറ്റിൽ ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി 50,000 രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. എന്നാൽ പ്രസ്തുത പദ്ധതിയുടെ കാലാവധി അവസാനിച്ച ശേഷം തീർപ്പാക്കിയ പല നികുതി നിർണ്ണയ ഉത്തരവുകളിലും ഇത്തരത്തിൽ 50,000 രൂപ വരെയുള്ള നികുതി കുടിശ്ശികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മേലാനുകൂല്യം 2025 ആംനസ്റ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല, പദ്ധതിയിൽ വിഭാഗങ്ങൾക്ക് ഉൾപ്പെട്ടപ്പെട്ട കുടിശ്ശികൾ തീർപ്പാക്കുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകളും ഉണ്ടായിരുന്നില്ല. ആയതിനാൽ തന്നെ നിലവിൽ ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള അനേക കുടിശ്ശികൾ തീർപ്പാക്കാതെ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ 2024 ആംനസ്റ്റി സ്കീമിൽ ഉൾപ്പെട്ട മുൻകാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട 2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണ്ണയ ഉത്തരവുകളിൽ 50,000 രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായും ഒഴിവാക്കും. സാർ, ഈ ആനുകൂല്യം 2027 മാർച്ച് 31 വരെ തീർക്കുന്ന നികുതി നിർണ്ണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികൾക്ക് ബാധകമായിരിക്കും. ചെറിയ കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് വ്യാപാരികൾക്ക് സഹായമാകുന്ന ഈ പദ്ധതി വ്യാപാര സമൂഹത്തിന് ഒരു പരിധിവരെ ആശ്വാസമേകുന്നതായിരിക്കും. സാർ, ഫ്ലഡ് സെസ് ആംനസ്റ്റി പദ്ധതി. സാർ, പ്രകൃതി ദുരന്തങ്ങൾ കാരണം സംസ്ഥാനത്തിന് ആവശ്യമായി വന്ന അധിക വിഭവ സമാഹരണത്തിനായി 2019 GST ബാധകമായ സപ്ലൈകളുടെ മേൽ 1% സെസ് ഏർപ്പെടുത്തിയിരുന്നു. 2025 ബജറ്റിൽ 2021 ജൂലൈ വരെയുള്ള മേൽപ്പറഞ്ഞ ഫ്ലഡ് സെസ്സുമായി ബന്ധപ്പെട്ട കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി സെസ് തുക പിഴയും പലിശയും ഇല്ലാതെ അടയ്ക്കാനുള്ള ഫ്ലഡ് സെസ് ആംനസ്റ്റി 2025 പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ 1, 2025 മുതൽ ജൂൺ 30, 2025 വരെയുള്ള 3 മാസ കാലയളവിലേക്ക് പ്രഖ്യാപിച്ചിരുന്ന ഒരു ഹ്രസ്വകാല പദ്ധതിയായിരുന്നു ഇത്. വ്യാപാര സമൂഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് വ്യാപാര സമൂഹത്തിന് ആശ്വാസം നൽകുന്നതിനായി പ്രസ്തുത പദ്ധതിയുടെ തുടർച്ച എന്ന നിലയിൽ ഫ്ലഡ് സെസ് ആംനസ്റ്റി 2026 പ്രഖ്യാപിക്കുന്നു. സാർ, കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ കേരളം അതിവേഗ വളർച്ചയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ടേക്ക് ഓഫ് സജ്ജമായിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. സാർ, അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുകയാണ്. പശ്ചാത്തല മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് കൂടുതൽ മൂലധന നിക്ഷേപം എത്തുമെന്നും അത് വളർച്ചയ്ക്ക് രാസത്വരകമാകുമെന്നും കണക്കുകൂട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട പ്രതികരണമാണ് കാണുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2, 3, 4 ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് അടുത്ത 5 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപ നിക്ഷേപിക്കും എന്ന് വ്യക്തമായല്ലോ. തുറമുഖത്തിന് പുറത്ത് അനുബന്ധ വികസന മേഖലയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വകാര്യ ഏജൻസികളുമായി ഏറ്റവും കുറഞ്ഞത് 30,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. സർ, പശ്ചാത്തല മേഖലയിൽ നാം നടത്തിയ മുന്നേറ്റത്തിൻ്റെ പ്രതിഫലനമാണ് ദാവോസിൽ വേൾഡ് എക്കണോമിക് കോൺഫറൻസിൽ കണ്ടത്. ദാവോസിലെ കേരളത്തിൻ്റെ സാന്നിധ്യം ദേശീയ സാർവദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ അത് വേണ്ടത്ര ഗൗനിച്ചതായി കണ്ടില്ല. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ കേരളം 1.18 ലക്ഷം കോടി രൂപയുടെ താല്പര്യപത്രങ്ങൾ ഒപ്പിട്ടു. താല്പര്യപത്രങ്ങളുടെയും ധാരണാപത്രങ്ങളെയും യഥാർത്ഥ മൂലനിക്ഷേപമായി പരിവർത്തിപ്പിക്കുന്നതിൽ നാം മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തുടർച്ചയായി ഏറ്റവും ഉയർന്ന സ്ഥാനം നിലനിർത്തുന്നത് ഇതിനൊക്കെ സഹായമാണ്.
സാർ, പുതിയ പദ്ധതിയിലും പശ്ചാത്തല മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം തുടരും. ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളിൽ മാത്രമല്ല, മനുഷ്യവിഭവശേഷിയുടെ കാര്യത്തിലും കേരളത്തെ ഒന്നാം തരമാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയുടെ നട്ടെല്ലായി ഞങ്ങൾ കണക്കാക്കുന്ന ഒന്നാണ് തെക്ക് വടക്ക് അതിവേഗ റെയിൽ ഇടനാഴി. കേരളത്തിൻ്റെ സവിശേഷമായ ഭൂമിശാസ്ത്രമാണ് ഈ പദ്ധതിക്ക് ഇത്രമേൽ പ്രാധാന്യം ഞങ്ങൾ കൽപ്പിക്കാൻ കാരണം. കേരളം വീതി കുറഞ്ഞ് തെക്ക് വടക്ക് നീളത്തിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. യൂറോപ്പിലാണെങ്കിൽ 2 or 3 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന നീളം കേരളത്തിനുണ്ട്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെയും കമ്പോളത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ഗ്രഥനത്തിനുള്ള നെടുകയുള്ള വേഗതയാർന്ന ഗതാഗത സൗകര്യം പരമപ്രധാനമാണ്. UDF-ൻ്റെയും BJP-യുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരളയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.